കണ്ട നാണം വരുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, തെറ്റിരിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. എല്ലാവരും കുറേ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു ആ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ പോയത്. അപ്പോൾ മാളൂട്ടി കാര്യമായിട്ട് സെലക്ഷനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ എനിക്ക് എടുത്തുകൊണ്ടെന്ന് കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലുലുവിലേക്ക് പോയത്. ലുലു എന്നാണ് നമ്മൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും ഡിലേ ആയത് എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ തുറന്നിട്ട് 1 month ആയി നമുക്കറിയാം. പക്ഷെ മാളൂട്ടി ഇപ്പോൾ ഒരു മൂവി കമ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും നമ്മളന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷൂട്ടിലായതുകൊണ്ട് ഇനിയാണ് മാളൂട്ടിനെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്. UKG ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതുവരെ ആൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഡിലേ ആയിപ്പോയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ലുലുവിൽ വന്ന സമയത്ത് അവിടെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൾ ഇതുവരെ ലൈവായിട്ട് അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം വേണം എന്നും പറഞ്ഞിട്ട് അത് വാങ്ങി. നമ്മൾ ഫോട്ടോയിൽ കണ്ട സമയത്ത് ചെറുതാണെന്ന് കരുതിയിട്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ നോക്കുമ്പോൾ അത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ 3 പേരും കൂടെ മത്സരിച്ച് കഴിച്ച് തീർത്തതാണ്. അങ്ങനെ നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് മാത്രമുള്ള സാധനങ്ങളല്ല, നമുക്ക് കുറച്ചധികം ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. കാരണം നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചതൊന്നും അവൾ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം ക്ലാസ്സിൽ പോകുന്നത് കുറവായിരുന്നല്ലോ, അവൾ ഷൂട്ടുള്ളത് കൊണ്ട്. അങ്ങനെ ബാഗാണെങ്കിലും ഒരു സാധനം ഓവർ യൂസ് ചെയ്തിട്ടില്ല, എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട് ഇപ്പോഴും. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു മിനി മൗസിൻ്റെ ക്യാപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു മാളൂട്ടിക്ക് ഇട്ടിട്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അതും വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ഫേസ് ക്രീം വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി ഹൈപ്പറിലേക്കാണ് പോകുന്നത്. ഹൈപ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹൈപ്പറിൽ നിന്ന് തന്നെയാണ് സ്കൂളിലേക്കുള്ള സാധനങ്ങളും വാങ്ങിക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹൈപ്പറിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ഞങ്ങൾ കുറേ നേരമായില്ലേ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മാളൂട്ടിക്ക് വരുന്ന സമയത്ത് ഒരു ടോയ് ഷോപ്പ് കയറിയിട്ട് ഒരു ഡോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊരു സന്തോഷത്തിന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോയ് ഇടയ്ക്ക് വാങ്ങിക്കൊടുക്കുക അവൾക്ക്. അപ്പം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. നമ്മുടെ എൽസ ഇല്ല, നമ്മുടെ കാർട്ടൂണൊക്കെ പോലെ ഇങ്ങനെ ഡിസ്നിയിൽ വരുന്ന, അപ്പൊ അതിന്റെ മോളായിട്ട് നല്ലോണം ചേരും. എൽസ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇത് എൽസേൻ്റെ ബേബി ആക്കാം, നമുക്ക് എൽസയായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഇത് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളായിരുന്നു കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ബാക്കി ഷോപ്പിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തിനാ Which state do you like, Kerala or any other state? അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് ഷോപ്പൊക്കെ ചെയ്തു. മാളൂസിന് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുകയാണ്. ഇപ്പോഴും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു സ്കൂൾ തുറന്നിട്ട് 1 മാസമൊക്കെ ആയതുകൊണ്ട് ഇപ്പം അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു. അപ്പോൾ പെപ്പാ പിഗിൻ്റെ ഒരു പെൻസിൽ ബോക്സിൻ്റെ ഒരു സെറ്റ് കണ്ടു കേട്ടോ അവിടെ മാളൂട്ടി. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായി. മാഷേൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചു കുറച്ച്, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം പെപ്പാ പിഗിൻ്റെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ബാർബീൻ്റെയൊക്കെ കുറച്ച് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെപ്പാ പിഗിൻ്റെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അത് ഇഷ്ടമായി, അവൾ അത് വാങ്ങിച്ചു. അപ്പം പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ ഞാൻ കരുതി വേറെ ഒന്നും നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്നില്ലല്ലോ, ബുക്സൊക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പെൻസിൽ ബോക്സ് എന്തായാലും ഒരു സെറ്റ് വാങ്ങിച്ചോട്ടെ എന്ന് കരുതി. പിന്നെ കളർ പെൻസിൽസ് ആണെങ്കിലും ഒക്കെ പുതിയ പാക്ക് വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് നമ്മളൊന്നും വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വാട്ടർ ബോട്ടിൽ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ മാളൂസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സെയിം മോഡലാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ വേറെ പെപ്പാ പിഗിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ അതിലൊരു ഗ്ലാസ് വെള്ളമേ കൊള്ളുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, നമുക്ക് അത്രയും വെള്ളമല്ലേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത് എടുത്തില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അത് വെറുതെ വാങ്ങിക്കേണ്ടെന്ന് കരുതിയിട്ട് എടുത്തില്ല. പിന്നെ നമ്മൾ ബുക്ക് പൊതിയുന്ന പൊതി അങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും നോട്ട് ബുക്സും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് പോവാണ്.
പിന്നെ നമ്മൾ ലുലുവിലേക്ക് വരുന്ന സമയത്തെ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൽക്കി കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പടം കാണാൻ വേണ്ടിയിട്ട് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മാളൂട്ടി ആ ഡോളിന് താഴെ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും ഒക്കെ അതിനെ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിൽ പോകുമ്പോൾ മാത്രം അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അബ്ബനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതും തിരിച്ച് വന്ന ഉടനെ വേഗം പോയി വാങ്ങിച്ച് അവളുടെ കൂടെ കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് മാളൂസിൻ്റെ ഒരു കുട്ടി ഫാനിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് മാളൂട്ടിനോട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് കാലം പരിചയമുള്ള അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ട പോലെയാണ് അവൾ വന്ന് സംസാരിച്ചത് മാളൂട്ടിനോട്. അപ്പം ഞങ്ങൾക്കും അത് ഒരുപാട് സന്തോഷമായി. മാളൂട്ടിനെ കൊണ്ടുപോവാ നീ. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാളൂട്ടി പാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3Dയിലായിരുന്നു മൂവി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കഥകളൊക്കെ മനസ്സിലായി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. എന്നാലും അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. പിന്നെ നമ്മൾ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അതൊക്കെ നാണം വരുന്നുണ്ട് ചിരിക്കുന്നുണ്ട്. തെറ്റിരിക്കാണ്. കിഴിപ്പൊറാട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ്. ആ കൈ കഴുകി വന്നാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് നമ്മൾ സ്കൂളിലേക്ക് വേണ്ട ഷോപ്പിംഗ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി മാളൂട്ടി സ്കൂളിൽ പോകുന്ന വ്ളോഗൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്.